1971 ശേഷം ഇന്ത്യയിൽ ആദ്യമായൊരു മോക്ക് ഡ്രിൽ നടക്കാൻ പോവുകയാണ്. പെഹൽഗാം ആക്രമണത്തിന് ശേഷം ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായാണ് ഈ മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന് പരിഭ്രാന്തരാവാതിരിക്കുക എന്നതാണ്. പെട്ടെന്ന് എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായാൽ അതിനെ നേരിടാൻ നമ്മളെ പര്യാപ്തമാക്കുക മാത്രമാണ് ഈ മോക്ക് ഡ്രിൽ കൊണ്ടുള്ള ലക്ഷ്യം. ഓപ്പറേഷൻ അഭ്യാസ് എന്ന പേരിൽ 250 ജില്ലകളിൽ വൈകുന്നേരം ഏകദേശം 4 മണിയോടുകൂടിയാണ് മോക്ക് ഡ്രിൽ ആരംഭിക്കുക. മോക്ക് ഡ്രിൽ സമയത്ത് എയർ റെയ്ഡ് സൈറനുകൾ മുഴങ്ങും. ഈ സമയത്ത് ജനങ്ങൾ വീട്ടിലുള്ള ലൈറ്റുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഓഫ് ചെയ്ത് വെക്കേണ്ടതാണ്. ഈ സമയത്ത് ആശുപത്രികളിലും പൊതുകാര്യ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും മറ്റും ഇവാക്വേഷൻ അഥവാ ഒഴിപ്പിക്കൽ ഡ്രില്ല് നടക്കാൻ സാധ്യത ഉണ്ട്. വ്യോമസേനയും സിവിൽ ഡിഫൻസും തമ്മിലുള്ള റേഡിയോ ബന്ധം പരീക്ഷിക്കും. വൈദ്യുതി ബന്ധത്തിനും മൊബൈൽ നെറ്റ്വർക്കിങ്ങിനും തകരാറുകൾ സംഭവിച്ചേക്കാം. അഗ്നിശമന സേന പോലുള്ള അടിയന്തര സർവീസുകൾ നൽകുന്നവർക്ക് പ്രത്യേക പരിശീലനം ഉണ്ടായിരിക്കും. പൗരന്മാർ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറുതും വലുതുമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡ്രില്ലിനോട് പരമാവധി സഹകരിക്കുക എന്നതാണ്. തെറ്റായ വിവരങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും പ്രചരിപ്പിക്കാതെ ഇരിക്കുക. പിന്നൊരു കാര്യം, ദയവായി നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ചെറിയ രീതിക്കെങ്കിലും നമ്മളൊക്കെ ബോധവാന്മാരായിട്ടിരിക്കാൻ ശ്രമിക്കുക.